കഴിഞ്ഞ ദിവസം മോൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, അവനൊരു വയസ്സായി. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. അങ്ങനെ പിറന്നാൾ ദിവസം നാട്ടിൽ പോകാനൊന്നും പറ്റിയില്ല. പോകണമെന്നായിരുന്നു വിചാരിച്ചത് കേട്ടോ, പക്ഷേ ലീവ് കിട്ടിയില്ല. പിന്നെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അയ്യപ്പൻ കോവിൽ. അവിടെ രാവിലെ പോയി വഴിപാടൊക്കെ നടത്താമെന്ന് വിചാരിച്ചത്. അവനെയൊക്കെ റെഡിയാക്കി ഒരു ധോത്തിയും അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. അപ്പോൾ അവനെ അതൊക്കെ ഇടിയിപ്പിച്ച് ഒരു നാടൻ അറ്റയർ അല്ലേ, അങ്ങനെ ഞങ്ങളത് ആ ഓട്ടോയൊക്കെ വിളിച്ച് പോവുകയാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 7 മണി 7:15 ആയതേ ഉള്ളൂ. പക്ഷെ നാട്ടിലൊരു 10-11 മണിയുടെ വെയിലുണ്ട് ഇവിടെ. ഭയങ്കര ചൂടാണ്. തലേദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ട്, എന്നാൽ പോലും നല്ല വെയിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇവിടെ. അതാണ് എനിക്ക് ആകെപ്പാടെ ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർക്കിംഗ് മദറിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുട്ടിയുടെ കെയറാണല്ലോ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അത് എനിക്ക് അമ്മയാണ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. അച്ഛനും അതെ, അമ്മയും അതെ. അമ്മയ്ക്ക് ജോലിയുണ്ട് കേട്ടോ. അമ്മ ജോലിയിൽ ലീവൊക്കെ എടുത്തിട്ടാണ് മോനെ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. എന്നിട്ട് ചെറുതായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവനെ ഇരുത്തി. അപ്പോൾ നമ്മൾ പിറന്നാളല്ലേ, അപ്പോൾ പൂക്കൾ കൊണ്ടൊക്കെ ചെറുതായിട്ട് അലങ്കരിച്ചു. അങ്ങനെ ഇതാ അവനെ പിടിച്ചിരുത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പരിപാടികളാണ് കേട്ടോ ഇത്. ആ പൂവ് അവൻ നശിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോ എടുക്കണം, അതാണ് ഉദ്ദേശം. അപ്പം അങ്ങനെ വിളക്കൊക്കെ വെച്ച്, വിളക്കത്ത് ചോറ് വിളമ്പുക എന്നുള്ളൂ. ഇലയൊക്കെ അച്ഛൻ പോയി സംഘടിപ്പിച്ചു കേട്ടോ ഇവിടെ നിന്നൊക്കെയോ. ഇവിടെ അങ്ങനെ ഇലയൊക്കെ കിട്ടിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ അതാ അവൻ ഇലയിൽ വിളക്കത്ത് വിളമ്പി, ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് വിളമ്പി നേരെ ചോറ് കൊടുക്കുകയാണ്. പിന്നെ അവസാനം അവൻ്റെ കലയിലോട്ടങ്ങ് കൊടുത്തു. എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ ഇലയൊക്കെ പാടെ മറിച്ചിട്ടു ആശ. അങ്ങനെ ഒരു ക്യാൻഡിഡ് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. അപ്പോഴൊക്കെ ഇതാ കണ്ടോ പുള്ളിയുടെ